welcome back to my channel Nachu Designz. ഞാൻ അസ്ന നസ്രീൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലേസി ഡേയ്സി സ്റ്റിച്ച് ആണ്. സിമ്പിൾ സ്റ്റിച്ച് ആണ്. നമ്മൾ ഇതിൽ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒരു 6 ടൈംസ് ത്രെഡ് ആണ് എടുത്തത്. വൺ സൈഡ് ആണ് ഞാൻ ലോക്ക് ചെയ്തിട്ടുള്ളൂ. വൺ സൈഡ് നമ്മൾ എപ്പോഴും ലീവ് ചെയ്യണ പോലെ തന്നെ ഇങ്ങനെ ലീവ് ചെയ്തിട്ടേക്കാണ്. നമുക്ക് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ലേസി ഡേയ്സി സ്റ്റിച്ച് ഇങ്ങനെ ഫ്ലവറിൻ്റെ പോലെ ചെയ്യാൻ വേണ്ടിയാണ്, ഇതിൻ്റെ പെറ്റൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലേസി ഡേയ്സി സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു 8 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവറിൻ്റെ ഒരു സ്ട്രക്ചർ ഇതുപോലെയാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലാണ് നമ്മൾ ലേസി ഡേയ്സി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിൽ എപ്പോഴും ഒരു മിഡ് പോയിന്റ് വേണം, സെൻറ്റർ പോയിന്റ്. സെൻറ്റർ പോയിന്റ് നിന്നാണ് നമ്മൾ എല്ലാം സ്റ്റിച്ചിനുള്ള സ്റ്റാർട്ടിങ് നമ്മൾ എടുക്കുന്നത്. സെൻറ്റർ പോയിന്റ് കുത്തിയിട്ട് നമുക്ക് നമ്മുടെ ത്രെഡ് എടുക്കാം. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ നമ്മളുടെ നീഡിൽ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് കുത്തിയെടുക്കാം. ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് ആദ്യം ചെന്ന് നോക്കിയിട്ട് വരാം. നമുക്കിത് താഴത്തേക്ക് നമ്മളുടെ ത്രെഡ് താഴത്തേക്ക് കുത്താം. നമ്മുടെ ഒരു പെറ്റൽ ഇവിടെ റെഡിയായി. ഈ സെയിം സെൻറ്റർ പോയിന്റിൽ തന്നെയാണ് നമ്മൾ വീണ്ടും കുത്തുന്നത്. രണ്ടാമത്തെ പെറ്റലായി. താഴത്തേക്ക് കൊണ്ടുപോവാം. നമ്മൾ ഈ സെൻറ്റർ പോയിന്റിൽ തന്നെയാണ് എല്ലാം സ്റ്റിച്ചിനുള്ള സ്റ്റാർട്ടിങ് നമ്മൾ മുകളിലേക്ക് എടുക്കുന്നത്. സെൻറ്റർ പോയിന്റിൽ തന്നെ നമുക്ക് കുത്തി മുകളിലേക്ക് എടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. എല്ലാം സ്റ്റിച്ചിൻ്റെയും അവിടെ നമുക്കിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം.
ലേസി ഡേയ്സി സ്റ്റിച്ചിൻ്റെ ലാസ്റ്റ് പെറ്റൽ ചെയ്യാണ്. നമ്മളെല്ലാം ഒരു സെയിം പോയിന്റിൽ നിന്ന് തന്നെയാണ്, ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് തന്നെയാണ് നമ്മളെല്ലാം സ്റ്റാർട്ടിങ്ങും നമ്മളെല്ലാം സ്റ്റിച്ചിൻ്റെയും മുകളിലേക്ക് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റിച്ച് യൂസ് ചെയ്ത് ചുരിദാറിൻ്റെ നെക്കിലൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഫ്ലവേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമുക്കിങ്ങനെ 3 ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഇപ്പോൾ 4 പെറ്റൽസ് 5 പെറ്റൽസ് നമുക്കിത് മൊത്തം ഫില്ല് ചെയ്ത് കുറേ പെറ്റൽസൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റിച്ചിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ അടുത്തത് ഇനി ഇവിടെ വരച്ചിരിക്കുന്നത് 6 പെറ്റൽസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ്. നമുക്ക് ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളുടെ സ്റ്റിച്ചിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ ഈ സെൻറ്റർ പോയിന്റിൽ ആ മിഡിൽ പോർഷനിൽ നമുക്ക് ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് അവിടെ നോട്ട് സ്റ്റിച്ചസ് ഇല്ലെങ്കിൽ വല്ല ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് ഫില്ല് ചെയ്യാം. ഞാൻ പറഞ്ഞു നെക്ക് ഡിസൈൻസിലൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് 4 പെറ്റൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ലോങ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് ലോങ് ആയിട്ടും നല്ല ലെങ്തിയിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാന്ന് കാട്ടാനാണ് ഈ സ്റ്റിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ലോങ് ആയിട്ട് ഈ സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ നല്ല ഡിസ്റ്റൻസിലാണ് ഫ്രണ്ടിലേക്ക് കയറ്റി എടുക്കുന്നത്. എന്നുവെച്ചാൽ നല്ല ലെങ്തിയിലാണ് ഞാൻ ഇപ്പോൾ ഈ 4 പെറ്റൽസും ചെയ്യാൻ പോകുന്നത്. കണ്ടപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല ലെങ്ത് ഉണ്ട് സ്റ്റിച്ചിന്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പെറ്റലും ചെയ്യാം. വേണമെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ ഇവിടെ 4 ലൈൻസാണ് വരച്ചിട്ടുള്ളൂ. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലും ഇങ്ങനെ വരച്ചിട്ട് 6-8 പെറ്റൽസ് വെച്ചിട്ട് ഇങ്ങനെ ലോങ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ 4 പെറ്റൽസിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചും ചെയ്തു. ലാസ്റ്റ് പെറ്റലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ താരത്തേക്ക് നിന്നിട്ട് താരത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ലോക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ 6 പെറ്റൽസ് വെച്ച് പഠിച്ചു. പിന്നെ 8 പെറ്റൽസ് പഠിച്ചു, 4 പെറ്റൽസ് പഠിച്ചു. ഇവിടെ 3 പെറ്റൽസ് വെച്ചിട്ട്
സെൻറ്ററിലത്തെ സ്റ്റിച്ച് മാത്രം വലുതും ബാലൻസ് 2 സ്റ്റിച്ചസും അതിൻ്റെ ആളും ചെറുതായിട്ട്, സെൻറ്റർ സ്റ്റിച്ചിൻ്റെ ആളും ഷോർട്ടായിരിക്കും, സൈഡിലത്തെ 2 സ്റ്റിച്ചസും. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ മാത്രം ഞാൻ ലെങ്ത്ത് കൂട്ടിയിട്ടാണ് ഞാൻ ഫ്രണ്ടിലേക്ക് കയറ്റിയെടുക്കുന്നത്. ബാലൻസ് 2 സൈഡിലും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചെറുതായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിനാളും ചെറുതായിട്ട് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് കുത്തുന്നത്. ലെഫ്റ്റും റൈറ്റും സെയിം ഡിസ്റ്റൻസിലാണ് നമ്മൾ കുത്തുന്നത്. നമ്മളിവിടെ ലാസ്റ്റ് പെറ്റൽ ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സെൻറ്ററിൻ്റെ ആളും ചെറുതാണ് നമ്മൾ സൈഡിൽ ഇടുന്ന 2 സ്റ്റിച്ചസും. അങ്ങനെ നമ്മൾ 8 പെറ്റൽസ് വെച്ച് 6 പെറ്റൽസ് വെച്ച് 4 3 അങ്ങനെ നമ്മൾ 8 6 4 3 ഇത്രയും പെറ്റൽസ് വെച്ചിട്ട് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ നടുക്കിലത്തെ ഇപ്പോൾ ഓറഞ്ച് 6 പെറ്റൽസ് വെച്ച് ചെയ്തതിൽ നമുക്ക് നടുക്കിൽ ഇവിടെ നോട്ട് സ്റ്റിച്ചസ് ഇൻക്ലൂഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ വല്ല ബീഡ്സൊക്കെ വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും വേണം. പിന്നെ ഇതുപോലത്തെ ഓരോ വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ചെയിൻ സ്റ്റിച്ചിൻ്റെ വീഡിയോ, പിന്നെ ഫ്രഞ്ച് നോട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ചെന്ന് കണ്ട് ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കും വേണം. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ഞാൻ വരുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.